നദീജല സംയോജനത്തിൻ്റെ കാര്യത്തിലായാലും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലായാലും കേരളവും തമിഴ്നാടും തമ്മിലാണോ സഹകരണം, അതോ സ്റ്റാലിനും മോദിയും തമ്മിലാണോ സഹകരണം എന്നതാണ് പരമപ്രധാനമായ ചോദ്യം. ആ രണ്ട് വിഷയങ്ങളിലും മോദി തമിഴ്നാടിന് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ജലതർക്കങ്ങളുടെ ചിത്രമെടുത്ത് നോക്കുമ്പോൾ സ്റ്റാലിനും മോദിയും തമ്മിലാണ് ഈ പറയുന്ന സഹകരണ ഫെഡറലിസം നിലനിൽക്കുന്നത്, കേരളവും തമിഴ്നാടുമായിട്ടല്ല. അതിൻ്റെ കാരണം മുൻപൊരിക്കൽ NDAയുടെ ഭാഗമായിട്ടുള്ളതാണ് DMK. നാളെയും ആ ഭാഗമാകും എന്ന് മോദി പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടരാണ്. അതുകൊണ്ടാണ് 2000 കോടിയിലധികം വരുന്നൊരു വികസന പരിപാടി അത് പെൻഡിങ്ങിലായിരുന്നു. അത് ക്ലിയർ ചെയ്ത് കൊടുത്തത് ഏതാനും നാളുകൾക്ക് മുൻപ് മോദിയുടെ മന്ത്രിസഭ. കൂടാതെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഫിൻജാൽ ചുഴലിക്കാറ്റിൻ്റെ ആഘാതം ഉണ്ടായപ്പോൾ അടിയന്തരമായി 999 കോടി, 1000 കോടിയോട് അടുപ്പിച്ച തുക ഉടനെ തന്നെ റിലീസ് ചെയ്ത് കൊടുക്കുകയുണ്ടായി. തൊട്ടിപ്പുറത്ത് വയനാട് ഈ വിഷയത്തിൽ എവിടെയും എത്താതെ നിൽക്കുമ്പോൾ ആ പുനരധിവാസം, രാഷ്ട്രീയ സഹകരണത്തിൻ്റെ ഫെഡറൽ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പിണറായി കരുതുന്നത് പോലെ പിണറായിയും സ്റ്റാലിനും തമ്മിലാണോ അതോ സ്റ്റാലിനും മോദിയും തമ്മിലാണോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്.